Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Vakavi. ഞാൻ ആഷിഖ് ജോയ്. As usual, let us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimite nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് അല്പം തിരക്കായിരുന്നു. നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, ബിൽഡിംഗ് കാത്തലിക് മാൻ ഫോർ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞിട്ട്. ഒന്നുമില്ല പ്രത്യേകിച്ച്, നമുക്കതിൽ ഒരുപാട് പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. ഒരു 10 പേരൊക്കെ പറ്റത്തുള്ളൂ മാക്സിമം. അപ്പോൾ ഒരു 4-5 പേരുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ യുക്കറിസ്റ്റിക് മിറാക്കിൾ നടന്ന വിളക്കണ്ണൂരും ദൈവകാരുണ്യയുടെ മാതാവിൻ്റെ ചാപ്പലിലും പിന്നെ കൗൺസിലിംഗ് കുമ്പസാരമൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്രയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസമൊന്നും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പം അവർ ആത്മീയവും ഭൗതികമായ ആവശ്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നടത്തി കൊടുക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ സമയത്താണ് ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് സംഭവിച്ചത്, എയർ ഇന്ത്യ വിമാനാപകടം. അപ്പോൾ ഈ വിമാനാപകടം നേരത്തെ മുൻകൂട്ടി ഒരു സഹോദരൻ പ്രവചിച്ചിട്ടുള്ളതായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരനാണ്. അപ്പോൾ നമുക്കിങ്ങനെ പ്രൊട്ടസ്റ്റൻ്റുകാരുടെ പ്രവചനങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ആൾക്കാർ ഓർത്തിട്ടാണ്. കാരണം അവർ പറയുന്ന പ്രവചനങ്ങൾ കറക്റ്റാകുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും വിശ്വാസപരമായ കാര്യങ്ങളും കറക്റ്റാണെന്ന് നമ്മുടെ പാവം വിശ്വാസികൾ വിശ്വസിച്ച് പോകും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനൽ വഴി അധികം പ്രൊമോട്ട് ചെയ്യാത്തത്. പക്ഷേ നമുക്കിത് കേട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരോട് പറയാതിരിക്കാനും പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ഇങ്ങനൊരു വിമാനം ഇങ്ങനെ ബിൽഡിങ്ങിന് മുകളിൽ വീഴുന്നു, 100ഓളം പേര് മരിക്കുന്നതായിട്ട് കാണുന്നത് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ജൂൺ മാസം 13-ാം തീയതി കഴിഞ്ഞ വർഷം അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഈ വിമാനാപകടം കേരളത്തിലുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കണം. വളരെ എനിക്ക് ദുഃഖം തോന്നി, 241 പേര് ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ. അപ്പോൾ ഈ വിമാനാപകടം ഇദ്ദേഹം കറക്റ്റും പറഞ്ഞു. വിമാനാപകടം മാത്രമല്ല, ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് ഒരു പ്രശ്നം. നമ്മുടെ ആൾക്കാർ നാളെ ഇദ്ദേഹം പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല, മാതാവ് തെറ്റാണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ആളുകൾ വിശ്വസിക്കും. കാരണം പ്രവചനം ഇദ്ദേഹം പറഞ്ഞത് ശരിയായല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാലാമിൻ്റെ കഴുതയുടെ കാര്യമാണ്. നമ്മുടെ കത്തോലിക്ക തിരുസഭയിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള മെസ്സേജസ് കിട്ടുന്നുണ്ട്, പക്ഷെ ആരും പങ്കുവെക്കുന്നില്ല. കാരണം അതിന് ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട് പങ്കുവെക്കാൻ, പലരുടെയും പെർമിഷൻസ് വേണം. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ഇവരോട് പറഞ്ഞിട്ട് ഇവർ പങ്കുവെക്കുന്നില്ല. ദൈവം ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ പറയണത് എന്തിനാണ്? ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാം. അപ്പോൾ ദൈവം ബാലാമിനെ കഴുതി ഉപയോഗിച്ചതുപോലെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നു. ബാലാമിനെ കഴുത കാത്തലിക് ആയിരുന്നില്ല, പ്രൊട്ടസ്റ്റൻ്റ് ആയിരുന്നില്ല, യഹൂദനായിരുന്നില്ല, ഹെബ്രായനായിരുന്നില്ല. ബാലാം ഒരു ദുരന്തത്തിലോട്ട് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കഴുതയ്ക്ക് ദൈവം സംസാരശേഷി കൊടുത്തു. ഇതുപോലെയാണ് ഞാൻ കരുതുന്നത്. ദൈവം ഇവരെ ഉപയോഗിക്കുന്നു. ദൈവത്തിന് ആരെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ അതൊരിക്കലും ദൈവം അവരെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവല്ല. അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നതിൻ്റെ തെളിവല്ല. അതായത് വചനം ആര് പാലിച്ചാലും ദൈവം അനുഗ്രഹിക്കും. അത് മരം നോക്കിയിട്ടല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. അതുപോലെ ദൈവത്തിന് ഒരാളെ ഉപയോഗിക്കണം എന്ന ദൈവം തീരുമാനിക്കുന്നു, അയാളെ ദൈവം ഉപയോഗിക്കുന്നു. അയാളിൽ വരങ്ങളുണ്ട് എന്നുള്ളത് അയാളുടെ വിശുദ്ധിയുടെ അളവുകോലല്ല, അയാളിൽ ഫലങ്ങളുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക. കേരളത്തിൽ ഒരു വിമാനാപകടം സംഭവിക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിഞ്ഞൂടാ. നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ചാർട്ടേഴ്സ് പിൽഗ്രിമേജിനെ പറ്റിയിട്ടാണ്. ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. ചാർട്ടേഴ്സ് പിൽഗ്രിമേജ് ഏകദേശം 20,000-ഓളം ആളുകളാണ് ഈ വർഷത്തെ ചാർട്ടേഴ്സ് പിൽഗ്രിമേജിൽ പങ്കെടുത്തത്. ഇത് ആരംഭിക്കുന്നത് പാരീസിലെ നോട്ടർഡാം കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ച് ചാർട്ടേഴ്സ് കത്തീഡ്രലിൽ, എവിടെയാണ്? ഫ്രാൻസിലെ ചാർട്ടേഴ്സ് കത്തീഡ്രലിൽ ഇത് അവസാനിക്കുന്നു. ഏകദേശം 100ഓളം കിലോമീറ്ററുകൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞു പിള്ളേർ മുതൽ മുതിർന്ന ആളുകൾ വരെ, മെയിൻലി യൂത്ത്, പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി ക്യാമ്പ് ചെയ്ത് 3 ദിവസം എടുത്ത് നടന്നിട്ടാണ് ഇവർ ഈ കത്തീഡ്രലിലെത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ദിവ്യബലികൾ അർപ്പിക്കപ്പെടുന്നുണ്ട്, പ്രധാന സ്ഥലത്ത് ദിവ്യബലി അർപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അവരുടെ ആ ഒരു പ്രാർത്ഥന രീതികൾ. അപ്പം ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്
അവർ റാലിയായിട്ട് പോവുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പോവുകയാണ്. മിക്കേൽ മാലാഖയുടെ ഫ്ലാഗും പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലാഗും, അതുപോലെ വൈദികരെ കാണാം, ബിഷപ്പുമാരെ കാണാം. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട്, ചിലർ ലാറ്റിൻ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലർ അവരുടെ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചു പോകുന്നുണ്ട്. 20,000-ഓളം ആളുകളാണ് ഈ ഒരു തീർത്ഥയാത്രയിൽ പങ്കെടുത്തത്. ഓരോ രാജ്യങ്ങളുടെ കൊടികൾ കാണാം, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കൊടികൾ കാണാം, അവരവരുടെ രാജ്യങ്ങളുടെ കൊടികൾ കാണാം. ട്രഡീഷണലായിട്ട് മസി എന്ത് മനോഹരമാണെന്ന് നോക്കൂ. അവരർപ്പിക്കുന്നത് ബിഷപ്പ് അത്നേഷ്യസ് സ്നൈഡറായിരുന്നു നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ദിവ്യബലിക്ക് വേണ്ടിയിട്ട്. അതുമാത്രമല്ല, ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ മുട്ടുകുത്തി നിന്നിട്ടാണ് കുട്ടികളുടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അതും നിലത്ത് മുട്ടിന്മേൽ നിന്ന് ഓരോരുത്തരും നാമനേട്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. അച്ഛനൊരു തിരക്കുമില്ല, അച്ഛനവിടെ പറയുന്നില്ല ഈ 20,000 പേർക്ക് കുർബാന കൊടുത്ത് തീരത്തില്ല, അതുകൊണ്ട് എക്സ്ട്രാ ഓർഡിനറി മിനിസ്റ്റേഴ്സിനെ വേണമെന്നോ കന്യാസ്ത്രീകൾ വേണമെന്നോ അച്ഛന്മാർ പറയുന്നില്ല. വൈദികർ തന്നെ ഈ 10,000-20,000 പേർക്കും പരിശുദ്ധ കുർബാന നാവിൽ തന്നെ കൊടുക്കുന്നു. അതെല്ലാവരും മുട്ടന്മേൽ സ്വീകരിക്കുന്നു. നമുക്ക് കമ്മ്യൂണിയൻ പ്ലേറ്റ് നമുക്ക് കാണാം. നമ്മുടെ കേരളത്തിൽ ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് കമ്മ്യൂണിയൻ പ്ലേറ്റ്. കോവിഡിന് ശേഷം കമ്മ്യൂണിയൻ പ്ലേറ്റ് ഇല്ല. ഈവൻ എൻ്റെ ഇടവകയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വെഞ്ചരിച്ച വെള്ളം പോലും ഇല്ല എന്നുള്ളതാണ്. വെഞ്ചരിച്ച വെള്ളം കുറേ വർഷമായിട്ട് ഇല്ലായിരുന്നു. ഇന്ന് അതിൻ്റെ വെക്കുന്ന ബൗള് പോലും ഇല്ല. വൈ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മുടെ ലക്ഷ്യം അതൊന്നുമല്ലല്ലോ. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, എന്നാണ് നമ്മളിതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കുക നമുക്കറിയത്തില്ല. അപ്പോൾ ഈ രീതിയിൽ ഫോളോ ചെയ്യുന്നവരെ നമ്മളെന്ത് വിളിക്കും? എക്സ്ട്രീം റാഡിക്കൽ ട്രഡീഷണലിസ്റ്റ് എന്ന് വിളിച്ചിട്ട് ഇവരെ ഒരു മൂലക്കിരുത്തും. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളിതൊക്കെ എപ്പോഴാണ് പഠിക്കാനുള്ളത്. യൂറോപ്പിലെ വിശ്വാസം കുറവാണ്, പക്ഷേ വിശ്വാസമുള്ളവർക്ക് നല്ല സ്ട്രോങ് വിശ്വാസമാണ്. അവിടെ 5, 6, 7, 8, 10, 12 മക്കളുള്ള കുടുംബങ്ങൾ അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്നാണ് അവർ പഠിച്ചത്? അവരുടെ പള്ളികൾ മോസ്കുകളായി മാറിയപ്പോൾ, അവരുടെ പള്ളികൾ ബാറുകളായി മാറിയപ്പോഴാണ് അവർ പഠിച്ചു തുടങ്ങിയതും അവരുടെ ബിഷപ്പുമാർക്ക് ബോധം വന്നതും. നമ്മുടെ കേരളത്തിലും നമ്മൾ ഈ ഒരു ബോധം വരാൻ കാത്തിരിക്കരുത്. നമ്മുടെ പിള്ളേരൊക്കെ പുറത്തോട്ട് പോകുന്നു, പള്ളികളിൽ നിന്ന് ആൾക്കാരില്ല, ഇന്ന് യൂത്തിനൊന്നും പള്ളിയിൽ കാണാനേ കിട്ടാനില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ സംഘടനകളൊക്കെ ചായയും പഴംപൊരിയും കഴിച്ച് പിരിയേണ്ട അവസ്ഥയാണ്. ഒന്നും ആക്റ്റീവായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. കായികമായിട്ട് ഒത്തിരി നടക്കുന്നുണ്ട്, ഒത്തിരി സൽക്കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സൽക്കർമ്മങ്ങൾ കൊണ്ട് അവർക്ക് യേശുവിനെ കിട്ടുന്നില്ല, യേശുവിനെ അവർ ഫോളോ ചെയ്യുന്നില്ല. കള്ള് കുടിച്ചും കൂത്താടിയും കഞ്ചാവ് അടിച്ചിട്ട് തന്നെയാണ് ആൾക്കാർ പലരും നടക്കുന്നത്. അതായത് നമ്മൾ DJ പാർട്ടി പോലെയാണ് ഇപ്പം പ്രയർ പരിപാടികളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നല്ല ആത്മീയതയുള്ള പിള്ളേർ ഈ പരിപാടിക്ക് പോണില്ല. അതിൽ പറയുന്നത്, ചേട്ടാ അവിടെ ഈ ഒരു DJ മോഡലാണ്, ഞങ്ങൾക്ക് യേശുവിനെ കണ്ടെത്താൻ പറ്റുന്നില്ല, പക്ഷെ നല്ല ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്, അതിന് പബ്ബിൽ പോയാൽ മതി എന്നാണ് പിള്ളേർ പറയുന്നത്. അപ്പോൾ ഇതേ മക്കളെ വഴിയുള്ളൂ. ഈ ട്രഡീഷണൽ വേ വിശുദ്ധർ കാണിച്ചു തന്ന ഒരു മാതൃക, 2000 വർഷമായിട്ട് സഭയിലുള്ളൊരു മാതൃകയാണിത്. ഈ പിള്ളേരെ പോലെ ചെയ്യുകയാണെങ്കിൽ, വളർത്തുകയാണെങ്കിൽ കേരളത്തിൽ കത്തോലിക്ക വിശ്വാസം നിലനിൽക്കും. അല്ലെങ്കിൽ ഇപ്പം തല നരച്ചവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു മെഴുകുതിരി കത്തിക്കാൻ പോലും, ധൂപം പിടിക്കാൻ പോലും അൾത്താര ബാലന്മാരെ പോലും കിട്ടാത്ത അവസ്ഥ കേരളത്തിലോട്ട് വരും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അധികാരികൾക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു ശ്രദ്ധാലുക്കളാകാം. കമ്മ്യൂണിയൻ പ്ലേറ്റ് പോലും എല്ലാ പള്ളികളും ഉപയോഗിക്കണമെന്ന് ജോൺ പോൾ പാപ്പ പോലും പറഞ്ഞിട്ടും നമുക്കതിനുള്ള സമയമില്ല. കോവിഡ് കഴിഞ്ഞ് 5 വർഷമായിട്ട് പരിശുദ്ധ കുർബാന നാവിൽ കൊടുക്കാൻ ഉത്തരവിറക്കാൻ നമുക്ക് സമയമില്ല. ഓക്കെ, ലെറ്റ് ദം ഗോ ലൈക്ക് ദാറ്റ്. വി വിൽ ഫോളോ ദ ട്രഡീഷണൽ വേ. നമുക്ക് ഈശോയെ ആദരിച്ചുകൊണ്ട് തന്നെ വിശുദ്ധർ ചെയ്ത മാതൃകയിൽ നമുക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാം. നമുക്ക് ആരെയും പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് ഈ അടുത്ത കാര്യങ്ങളിൽ മനസ്സിലായി. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൊരു വഴിയുള്ളൂ. അവരാരും മാറാൻ പോകണില്ല, പരിശുദ്ധാത്മാ വിചാരിച്ചാലേ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ സഭയോടുള്ള സ്നേഹം, നമ്മുടെ കാത്തലിക് ഫെയ്ത്ത് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ആരംഭിക്കട്ടെ. അതായിരിക്കും തടയാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ പിള്ളേരെ പരിശുദ്ധ കുർബാന മുട്ടുകുത്തി എൻ്റെ കുട്ടികളെ കാറ്റഗിസം ടീച്ചർ പഠിപ്പിച്ചില്ലെങ്കിൽ, എൻ്റെ കുട്ടികൾ ആദ്യ കുർബാന സ്വീകരിക്കുന്ന സിസ്റ്റർമാരെ പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം. അതേ നമുക്ക് വഴിയുള്ളൂ. അല്ലാതെ
ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ മക്കൾക്ക് വിശ്വാസം കിട്ടും എന്നുള്ളത് അതൊരു വ്യർത്ഥമായ ചിന്തയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതിനെ എതിർക്കാൻ ആർക്കും ഒരിക്കലും സാധിക്കത്തില്ല. അതോടാണ് ഞാൻ പേഴ്സണലി ഞാൻ എൻ്റെ വൈഫും പ്രാർത്ഥിക്കും. ഞങ്ങൾ ലാറ്റിനിലേ പ്രാർത്ഥിക്കാറുള്ളൂ. ലാറ്റിനിലേ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തുള്ളൂ എന്നൊന്നുമില്ല. നമ്മളൊരു കൾച്ചർ കൊണ്ടുവരികയാണ്. നമ്മുടെ പിള്ളേർ ചോദിക്കണം, വൈ പപ്പ, വൈ ഡാഡ, വൈ മമ്മ. നമ്മളിങ്ങനെ കുർബാന, നമ്മളെ ജവമാല ലാറ്റിനിൽ ചൊല്ലുന്നു. അപ്പോൾ എനിക്കൊരു ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കാനുണ്ട്. വൈ ഡാഡ യു ആർ റിസീവിങ് ഹോളി കമ്മ്യൂണിയൻ ടങ്, എന്തുകൊണ്ടാണ് മുട്ടൂത്തി നാൾ സ്വീകരിക്കുന്നത്, എനിക്കൊരു ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കാനുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് ആ കത്തോലിക്സയുടെ മഹത്വവും ബ്യൂട്ടിനെസ്സും മനസ്സിലാവുന്നത്. എന്നാൽ ബിസ്ക്കറ്റ് കഴിക്കുന്ന പോലെ പരിശുദ്ധ കുർബാന കയ്യിൽ വാങ്ങിച്ച് കഴിച്ചിട്ട് വരുമ്പോൾ പിള്ളേർ ചോദിക്കുമോ വൈ ഡാഡാന്ന്? അവർ ചോദിക്കത്തില്ല. കാരണം അവർക്ക് യാതൊരു പ്രത്യേകതയും തോന്നുന്നില്ല. അത് നമ്മളെ വീട്ടിൽ ഞങ്ങൾ ഉപ്പുമാവ് കഴിക്കുന്ന പോലെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ അച്ഛൻ തരുന്നു, ഞങ്ങൾ കഴിക്കുന്നു, ഞങ്ങൾ പോകുന്നു. ദാറ്റ്സ് ഓൾ. അവർക്ക് പരിശുദ്ധ കുർബാനയുടെ ഈശോയെ മനസ്സിലാവത്തില്ല. കാരണം ഒരു വിശുദ്ധം പറയുന്നുണ്ട്, നീ ദിവികാരണ സന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ കാണുന്നവർക്ക് തോന്നണം നീ മുട്ടുകുത്തുന്നത് സാക്ഷാൽ ദൈവത്തിന് മുമ്പിലാണ് എന്നുള്ളത്. ഇവൻ ബ്രിട്ടൻ്റെ രാജ്ഞിയുടെയും രാജാവിൻ്റെയും പോട്ടെ മാർപ്പാപ്പയുടെ മുമ്പിൽ പോലും രാജാക്കന്മാരും രാജ്ഞിമാരും വരുമ്പോൾ ജെന്യുഫ്ലെക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അത് നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. കേരളത്തിൽ ആരുമില്ല. ഒരു ഹോളി കമ്മ്യൂണിയൻ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഒരുക്കുന്ന ആരും കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. വേദപാഠ ക്ലാസ്സിലും ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. പരിശുദ്ധമ്മയുടെ പ്രാർത്ഥിച്ചാണ് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen. Viva Christore.